എല്ലാ ദിവസവും പല സന്ദർശകരുണ്ടാകും, പല പല ലക്ഷ്യങ്ങളായിരിക്കും. ഒരു ദിവസം കാണാൻ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, നല്ല ടൈറ്റ് ഫിറ്റ് ഷർട്ടൊക്കെ അണിഞ്ഞ് വളരെ ആവേശഭരിതനായി റൂമിലേക്ക് കടന്നു വരുന്ന ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനോ ഒരു ഉയർന്ന തസ്തികയുള്ളവരായിരിക്കുമെന്ന് മനസ്സിലാക്കി നല്ല പരിഗണനയൊക്കെ നൽകി. അങ്ങനെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. എൻ്റെ അയൽവാസി വളരെ വളരെ മോശം സ്വഭാവത്തിൻ്റെ ഉടമയാണ്. എല്ലാവർക്കും അവനോട് വെറുപ്പാണ്, ഒരാൾക്കും അവനോട് ഇഷ്ടമില്ല. അങ്ങനെ ഞാനും അവനുമായി എന്തോ ചെറിയൊരു വാക്ക് തർക്കമുണ്ടായി. അത് മൂർജിച്ചു. ഒട്ടും മൂർച്ചയില്ലാത്ത ഒരു കത്തിയെടുത്ത് കാൽ ഞാൻ വെട്ടി അങ്ങ് ചോരൊലിച്ചൊലിച്ച് ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. ആർക്കും അവനോട് ഇഷ്ടമില്ല. അങ്ങനെ അവൻ മരിച്ചുപോയി. എന്തൊരു ലാഘവത്തോടു കൂടിയാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവൻ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിലാണ് വന്നതാണ്. ഞാൻ അവനോട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അവസ്ഥ എന്തുണ്ട്, എന്തൊരു സന്തോഷം, എന്തൊരു സുഖം. ഞാൻ കരുതി ഇവർക്ക് വല്ല ബുദ്ധിക്ക് വല്ല ഭ്രമവും വല്ലതും തകരാറും സംഭവിച്ചത്. പക്ഷേ പൊട്ടി അങ്ങ് കരയാൻ തുടങ്ങി. പരിസരം മറന്നു. കുട്ടികൾ കരയും പോലെ വാവിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞ വാക്ക്, എനിക്കൊരു പ്രയാസമില്ല, എനിക്ക് 5 പെൺകുട്ടികളാണ്. എൻ്റെ കുട്ടികളെല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡാണ്, ഹൈലി ക്വാളിഫൈഡാണ്. അവർ നല്ല സൗന്ദര്യവതികളാണ്, അവർ കലാതിലകങ്ങളാണ്. അവർ വിവാഹത്തിന് എത്ര 100-200 പവൻ സ്വർണം കൊടുക്കാൻ എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ സഹോദരന്മാർ, അവർ ഭർത്താക്കൾ റെഡിയാണ്. പല എൻഗേജ്മെൻറ്റുകളും വരും. വിവാഹം നടന്നില്ല എന്ന ആ രൂപത്തിലങ്ങെത്തും. അപ്പോഴാണ് കല്യാണം മുടങ്ങിപ്പോകുക. ഉപ്പ കണ്ണൂർ സെൻട്രൽ ജയിലാണെന്ന് കേൾക്കുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മക്കൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ പീഡിക്കപ്പെടുന്നത് അവരല്ലേ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ഇത്രയും ഒരു ഗുരുതരമായ തെറ്റ് വന്നിട്ടും അവൻ്റെ മനസാക്ഷിക്കൊരു കുത്തും സംഭവിക്കാത്ത ആ മനുഷ്യൻ പക്ഷേ മക്കളുടെ കാര്യത്തിൽ ഓർത്ത് താങ്ങാനാവാതെ കരയേണ്ടി വന്നത് തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു തെറ്റുകൊണ്ട് തൻ്റെ മക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളാണ്. എപ്പോഴും ആലോചിക്കേണ്ടത്, നമ്മുടെ കൈകളെ കൊണ്ട് ഒരു തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകരുത്. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ശേഷമുള്ള തലമുറകളിലും അതനുഭവിച്ചു കൊണ്ടേയിരിക്കും. മക്കളായിരിക്കും, തലമുറക്കാരായിരിക്കും അതിൽ കൂടുതലും പ്രയാസപ്പെടുന്നത്. ആയതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഗുരുതരമായ തെറ്റ് ഒരാളെ വേദനിപ്പിക്കില്ലെന്ന് എല്ലാവരും പ്രതിജ്ഞ എടുക്കുക.